അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ചിന്തിക്കുന്നത്. ഞങ്ങൾ പ്രാഗ് വരെ ഒന്ന് പോവുകയാണ്. ഇത് ഹീത്രൂ ടെർമിനൽ 3-ലാണ്. ഞങ്ങൾ ഫ്ലൈറ്റ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് കണ്ടോ, വെള്ളം ഡിസ്പെൻസ് ചെയ്യുന്നൊരു സ്ഥലമാണ് കാണിച്ചത്. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ചെന്നു. എനിക്ക് ലെസ് ദാൻ 2 hours എടുത്തുള്ളൂ. പിന്നെ അവിടെ ഇറങ്ങി നമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ അസിൻസിയോ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ സെറ്റപ്പൊക്കെ. കയറി ചെല്ലുമ്പോൾ തന്നെ 2 സൈഡിലും കുറച്ച് ലിവിങ് റൂമും അങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഇരുന്ന് ചുമ്മാ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞൊന്നിരിക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ അവരുടെ ഈ കസേരയും ഒക്കെ കണ്ടോ, നല്ലൊരു റോയൽ ലുക്ക് തോന്നത്തക്ക രീതിയിൽ പെയിൻറ്റിങ്സും നല്ല രസമുണ്ടായിരുന്നു. നല്ല ഹോട്ടൽ. അതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ സ്റ്റെയർ കേസ് കയറി മേളിലേക്ക് അല്ലെങ്കിൽ ലിഫ്റ്റ് കയറി മേളിലേക്ക് പോകുന്ന സ്ഥലമുണ്ട്. നല്ല രസമാണ്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ പിയാനോ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഈവൻ ആ സ്റ്റെയർ കേസിൻ്റെ റെയിൽസും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നല്ല ഹോട്ടലായിരുന്നു. എന്താണേലും ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ പറഞ്ഞ പിയാനോ എവിടെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ പിയാനോ ഇരിക്കുന്നത്. നല്ലൊരു മിററും. പിന്നെ ഞങ്ങളിതേ റൂമിലെത്തി. റൂമാണേലും ഒരു വലിയ റൂമായിരുന്നു. കയറി ചെന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ടോയ്ലറ്റ്. ഇവിടെ ബാത്ത് ടബാണ്, ഷവറല്ല ഈ കാണുന്നത്. പിന്നെ ഇവിടെ ടോയ്ലറ്റും സിങ്കും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ കാണുന്നത് അലമാരിയാണ്, നമുക്ക് സാധനമൊക്കെ വെക്കാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ബെഡ് ഉണ്ട്. ഇത് കണ്ടോ. പിന്നെ ഇപ്പറേ റൈറ്റ് സൈഡിലായിട്ടൊരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ അടിയിലൊരു ഫ്രിഡ്ജും ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പാകത്തിന്, ഇപ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്കണമെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞൊരു മുറിയും കൂടെ ഉണ്ട്. അത് വലിയ ഒരു മുറിയാണ്. വലിയ കോട്ടിൽ തന്നെ കിങ് സൈസ് ഒക്കെ ആയിരിക്കും. ആ കോട്ടയിൽ തന്നെ കിടക്കാം ഒരു 3 പേർക്ക്. അതല്ലാണ്ട് വീണ്ടും ഒരു ഡബിൾ ബെഡ്. അതിന് ഒരുമാതിരി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. പിന്നെ അവിടെ നല്ല വിൻഡോയുടെ സൈഡിൽ നല്ല വ്യൂവിങ് സൂപ്പറായിരുന്നു. നൈറ്റിൽ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ രാവിലെ ഒരു 10:30 ആയപ്പോൾ ചെന്നാൽ, അപ്പോൾ പിന്നെ ഒരു ഡേ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ മ്യൂസിയം കാണാൻ പോകുന്നതാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് സ്ട്രെയിറ്റ് താഴേക്ക് ഒരു 15-20 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ മ്യൂസിയമാണ് കാണുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ മേളിൽ, അതാണ് മ്യൂസിയം. അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സൺഗ്ലാസൊക്കെ വെച്ചിരിക്കുന്നത്, വലിയ സ്റ്റൈലെത്തിയായിട്ട്. അയ്യോ, എന്താ ആൾക്കാർ വെയിലൊക്കെ കാഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല വെയിലത്ത് ഞങ്ങൾ മ്യൂസിയത്തിലെത്തി. നല്ല ബ്യൂട്ടിഫുൾ മ്യൂസിയം ആയിരുന്നു. ഇപ്പോൾ UK ഈ മ്യൂസിയത്തിൽ കയറണമെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു 30 pound കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരാൾക്ക് 12 pound ആയുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പക്ഷെ ആ കയറുന്നിടം തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ. ആ ലൈറ്റിങ്ങും ഈ സ്റ്റെയർ കേസും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഈ മ്യൂസിയത്തിൻ്റെ കൂടുതൽ വീഡിയോസ് ഇനി ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതതിൻ്റെ ജസ്റ്റ് ഒരു തുടക്കം മാത്രം. നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ മ്യൂസിയം ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ യൂട്യൂബ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ കേട്ടോ. Okay, thank you.